ക്ലാസ് ചായ കിട്ടിയില്ല. ഹലോ ഹായ് അസ്സലാമലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? അൽഹംദുലില്ലാ. നമ്മളിവിടെ തന്നെ ഉണ്ട് കേട്ടോ. വീഡിയോസ് ഒന്നും വരുന്നില്ലല്ലേ? ഒരുപാട് പ്രഷറുകളുണ്ട്. അവിടുന്നും ഇവിടുന്നും കോളുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ. ഇന്നലെ നമ്മളെ ലൈലാത്ത വിളിച്ച് കാണ്ട് തന്നെ മെസ്സേജ് ഇട്ട് കാണ്ടൊക്കെ പറയണ്ട് എന്താ റിഷ അന്തം വിട്ട് നിൽക്കുന്നത്, വീഡിയോസ് ഇട്, വ്യൂ കയറുന്ന ടൈമാണ്, അതിനെങ്കിലും 5 പൈസ നിനക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞു കാണ്ട് കേട്ടോ. ടെൻഷൻ അടിച്ചാണ്ടായി, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോർന്ന്. ഒരുപാട് വേറെ കോളുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്താ വീഡിയോസ് ഇടാൻ ഇന്നലെ അന്തിപ്പാതിര വരെ നമ്മൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലായിരുന്നു. പ്രഷറൊക്കെ കൂടലും കുറയലൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ 3 മണിക്കാണ്, നേരം വെളുക്കാൻ കാലം 3 മണിക്കാണ് അവിടുന്ന് പോരുന്നത്. കുഞ്ഞുകുട്ടികളെ ഇവിടെ ഇട്ടുകാണ്ടാണ് ഞങ്ങൾ പോയിരുന്നത്, ഞാനും കാക്കൂട്ടോ. പിന്നെ ഈ മക്കളെയൊക്കെ ഇവിടെ നമ്മൾ റിതുണ്ട് അങ്ങനെയൊക്കെ ഏൽപ്പിച്ച് കാണ്ട് അങ്ങനെ പോയിക്കുക. എന്നിപ്പോൾ ഒരാളെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂലല്ലോ. പിന്നെന്താണെന്നോ, പുറത്തുനിന്നായാലും ഫാമിലിയിൽ നിന്നായാലും ആരും വിളിച്ച് വരുത്താൻ വയ്യ. ഒന്നാമത് നമ്മളെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണമാണല്ലേ, അത്രയും പ്രഷറുകളും ബുദ്ധിമുട്ടുകളും നമ്മളൊന്നും വിളിച്ച് പറയാനും പാടില്ല, ആരോടും പറയാനും പാടില്ല, എന്തും പറയാനും പാടില്ല, ആരെക്കൊണ്ടും ഒന്നിനും ചെയ്തു തരാനും കഴിയൂല. എല്ലാവർക്കും എല്ലാവരും മാനം കാര്യങ്ങളൊക്കെ നോക്കണം. നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്നാലും അനാവശ്യമായിട്ട് ഒരു വീഡിയോസിൽ ഞാൻ ഫാമിലി ഇഷ്യൂസ് കാര്യങ്ങൾ എപ്പോഴെങ്കിലും പറയണം, നിങ്ങൾ കേട്ടിക്കണോ? അവരെ കൊണ്ടൊന്നും ആരെക്കൊണ്ടും ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. എന്നാൽ അവരെ പാട്ടിന് വിടുക എന്നുള്ള ലെവലിൽ ആരും കാണൂല. എന്നും ഇതുപോലെ ദാരിദ്ര്യത്തിൽ നിൽക്കട്ടെ, ഓല് ഈ അവസ്ഥയിൽ നിൽക്കട്ടെ എന്ന് കരുതണവരായിരിക്കും കൂടുതൽ ആളുകൾ. നിങ്ങളെല്ലാം പറയണ കേട്ടോ. പറയണവർ ആദ്യം യൂട്യൂബുകൾ എടുത്തുകൊണ്ട് കേൾക്കും. പിന്നെ ഞാൻ ഒന്നാമത് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്ന ടൈമാണ് അല്ലേ. എന്നാലും സന്തോഷമുണ്ട്, വീടിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമായിക്കാണ്ട് കൊടുക്കാമല്ലോ, അത് കൊടുത്തുകാണ്ട് ആ കുട്ടികളെയും കൊണ്ടുകാണ്ട് ഞാനൊരു വാടകയ്ക്ക് പോകാമെന്നുള്ളൊരു ലെവലിലാണ് നിൽക്കുന്നത്. പിന്നെ ഭർത്താക്കന്മാരുടെ കാര്യം, എല്ലാ ഭർത്താക്കന്മാർക്കും അതിനുള്ള സാമ്പത്തികം ഉണ്ടായിക്കോണമെന്നുണ്ടാവില്ല. അത് കരുതിക്കാണ്ട് ഭർത്താവ് മരിച്ചോളപ്പം നമുക്ക് കാത്തിക്കാൻ പറ്റൂല. യൂട്യൂബിൽ ഒരുപാട് ആളുകൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഭർത്താവില്ലാതെയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ ഭർത്താവ് മരിച്ചോളപ്പം നമുക്ക് കാത്തിക്കാൻ കഴിയില്ല. എന്നാലും ഞാൻ ആരോടും നിങ്ങളോട് പറയലുണ്ട്, ആരോടും ഇറക്കാനും പൊറുക്കാനും പോവാതെ ഈ വീട് വിറ്റുകാണ്ട് കടങ്ങൾ തീർത്തിട്ട് കുഞ്ഞുകുട്ടികളെയും കൊണ്ട് പുറത്തിറങ്ങും ഞാൻ ധൈര്യത്തിൽ. മാക്സിമം വീഡിയോസ് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടിട്ടോ. അത്രയും ടെൻഷനായിട്ടാണ് പറയണത്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയണ്ടല്ലോ, അത്ഭുതം സംഭവിക്കുന്നു. നല്ലൊരു മാസങ്ങളാണ് വരുന്നത്, നോമ്പും കാര്യങ്ങളൊക്കെ. അതിൻ്റെ റഹ്മത്തും ബർക്കത്തും കൊണ്ട് എനിക്ക് നിങ്ങൾ ദുആയിലും കൂടി ഉൾപ്പെടുത്തിയാൽ മതി. എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം. റബ്ബല്ലേ വലുത്, റബ്ബിലും വലുത് വേറെ ഒന്നുമില്ല. ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ് പറയും അല്ലേ. അത്രയേ ക്ഷമ, ഭൂമിയോളം ക്ഷമിക്കുന്നുണ്ട്. എന്നാലും കുറ്റപ്പെടുത്തലും കളിയാക്കലും, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് പറയാൻ ആളുകളെ അവരെന്തെങ്കിലും ആയിക്കോട്ടെ, ആരെയും വിളിച്ച് പറഞ്ഞും കുറ്റപ്പെടുത്തണോ ഒന്നുമില്ലല്ലോ. ഓല കാര്യങ്ങളായിട്ട് നിങ്ങൾ ചോദിക്കണേന് ഓരോ ഉത്തരങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. ആരെയും കുറ്റപ്പെടുത്തിയും കളിയാക്കിയും യൂട്യൂബ് തുറന്നാൽ ഒരുപാട് ഫാമിലി ഇഷ്യൂസ് പറയുന്ന ആളുകളാണ്. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇന്നേ വരെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പറയേണ്ട ഞാൻ കരുതലാണ്. ഒന്നാമത് നമ്മൾ നല്ല രീതിയിൽ ഞാനും കാക്കും നല്ലൊരു ദാമ്പത്യ ജീവിതത്തിൽ കൂടെ കഴിഞ്ഞു പോണ ആളുകളാണ്. അതിൻ്റെ ഇടയിൽ അനാവശ്യങ്ങളും കാര്യങ്ങളും നമ്മൾ വിളിച്ച് പറയാൻ പാടില്ല അല്ലേ. അപ്പോൾ രാവിലെ മക്കൾക്ക് പൊറാട്ടയൊക്കെ കൊടുത്തു വിട്ടാൽ ഞാൻ രാവിലെ എണീക്കാൻ നേരം വയ്യാത്തതുകൊണ്ട് അപ്പോൾ കാക്കുലേസം പൊറാട്ടയൊക്കെ വാങ്ങിച്ച് കാണും മക്കൾക്ക് കൊടുത്തു. ഇന്നത്തെ ദിവസം നമ്മൾ പെണ്ണുങ്ങളാണല്ലേ, നമുക്ക് കാക്കു അറിയാം എന്നോട് പല സ്വഭാവങ്ങളായിരിക്കും ചിലപ്പോൾ നിനക്ക്. ഇന്നിങ്ങനെ സ്വഭാവമാണെങ്കിൽ നാളെ അങ്ങനെ സ്വഭാവമായിരിക്കും. ഒന്നാമത് ടെൻഷൻ കൊണ്ടാണല്ല, ഒന്നുമല്ല. നമ്മൾ പെണ്ണുങ്ങളാണ്, ആണുങ്ങളെപ്പോലെ നമുക്ക് കഴിഞ്ഞോണമെന്നുണ്ടാവില്ല അല്ലേ. അവർ ഉരുകണുണ്ടാവും ഉള്ളിൽ, പക്ഷേ അതേപോലെയല്ല നമ്മൾ പൊട്ടിത്തെറിച്ച് പറയുമെല്ലാം. നമ്മൾ അങ്ങോട്ട് ശബ്ദിച്ച് പറയും അല്ലേ, എന്തെങ്കിലുമൊക്കെ എടുത്ത് പറഞ്ഞ് കരയൽ തുടങ്ങും. പക്ഷേ ആണുങ്ങൾ അങ്ങനെയല്ല, അത് മനസ്സിൽ വെക്കും. അപ്പം നമുക്ക് പല നേരത്ത് പല സ്വഭാവം. ഒരുപാട് കോളുകൾ എനിക്ക് വരലുണ്ട്, ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ. നിങ്ങളതായ അഭിപ്രായം പറയാൻ നല്ലതിന് പറയണം. പക്ഷെ നമുക്കത് ടെൻഷനായിട്ട് ഇങ്ങനെ എന്താ ചെയ്യേണ്ടത്, രണ്ടും കെട്ടൊരവസ്ഥ എന്ന് പറയുമല്ലോ നമ്മൾ. നടു റോട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞ പോലെയാണ്. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ. ഇൻഷാ അല്ലാ ഈ ഒരു നല്ലൊരു മാസം നിങ്ങളൊക്കെ പറയലുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം സംഭവിക്കുന്ന ആ ഒരു കാര്യം എനിക്ക്
പടച്ചറബിൽ വിശ്വസിക്കുന്ന ആളുകളല്ലേ നമ്മൾ, അതെന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാക്കണ് അപ്പോൾ അരി കഴുകിക്കാണ്ട് ഞാൻ ആ തീമടട്ടെ കേട്ടോ. എല്ലാ അരി അങ്ങോട്ട് തീമടട്ടെ. കാക്കു ലേസം അരി കൊണ്ടുവരാ പറഞ്ഞിട്ടുണ്ട് റേഷൻ പീടിയിൽ നിന്ന് കേട്ടോ. ഈ മാസത്തെ അരി വാങ്ങിച്ചിട്ടില്ല, അപ്പോൾ അതാണ് ലേസം ഇല്ലതാണ് തീമട്ട, ബാക്കി പിന്നെ അന്തിക്കൊക്കെ നോക്കാമല്ലോ കരുതിക്കാണ്ട്. പയറ് നുറുക്കിക്കണം കേട്ടോ. ലേസം പയറ് കൊടുന്നിട്ടുണ്ട്. അപ്പോൾ പയറും കഞ്ഞിയാണ് ഇന്നത്തെ വിഭവം കേട്ടോ. ഒന്നാമത് രാവിലെ പൊറോട്ടയൊക്കെ കൊടുത്തില്ല. പിന്നെ എനിക്ക് വെയ്യ കേട്ടോ മക്കളെ, ഭയങ്കര ക്ഷീണം കുഴക്കും. ഇന്നലെ ലൈലാത്ത മെസ്സേജ് ഇട്ടുകാണ്ട് അങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ അറിഷ വീഡിയോസ് ഇടാത്തത് അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഒന്നാമത് നമ്മൾക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. നമ്മൾ പെണ്ണുങ്ങളല്ലേ, പല നേരങ്ങളും ഉമ്മമാരല്ലേ, നമ്മൾ കൂടുതൽ ചിന്തിച്ചു പോകും. ആണുങ്ങളെ മാതിരിയല്ല അല്ലേ, നമ്മൾ മുന്നോട്ടില്ല കാര്യങ്ങൾ ചിന്തിച്ചു പോകും. ആണുങ്ങൾ അങ്ങനെയല്ല, വരുന്നോടത്ത് വെച്ച് കാണും എന്ന് കരുതിക്കുന്ന ആളുകളാണ്. പക്ഷേ നമുക്ക് അങ്ങനെ കഴിയില്ല. അപ്പോൾ എന്താ പറയണ വെച്ചാൽ എനിക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോസ് ഇടാൻ കഴിയണില്ല എനിക്ക്. നമ്മളെ ശരീരം മനസ്സും ഒരുപോലെ തളരുക എന്ന് പറയില്ലേ. പിന്നെന്താ നിങ്ങളൊക്കെ വിശേഷങ്ങൾ. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട് കേട്ടോ. അത് ബുദ്ധിമുട്ട് പറയണ എന്ത് തരാനും ഇരിക്കാനും ഒന്നല്ല കേട്ടോ. നിങ്ങൾ ചിലവർ അറിയാത്തവരൊക്കെ കമൻ്റ് ഇടും, പുതിയ ആളുകളൊക്കെ എന്തെങ്കിലും തരാനോ ഇരിക്കാനോ, അതൊന്നല്ല. നിങ്ങൾക്ക് ഇന്നെ നേർക്ക് അറിയാമല്ലേ. ഒരുപാട് ആളുകൾക്ക് ഞാൻ അങ്ങനെ വെറുതെ ചൂഷണം ചെയ്യൂല ഒരു മനുഷ്യനിൽ നിന്ന്. അപ്പോൾ നമ്മൾ ടെൻഷനോട് പറയുന്നതാണ്. നിങ്ങളിപ്പോൾ എൻ്റെ വിളിക്കുമ്പോൾ ഒരുപാട് മെസ്സേജും ഫോൺ കോളുകളും വരലുണ്ട്, നമ്മളൊരു ബുദ്ധിമുട്ട് കണ്ടുകാണ്ട്. അപ്പം എൻ്റെ ഏട്ടത്തിയാണ്, അഞ്ചത്തിയാണ്, അതേപോലെ ഉമ്മയാണെന്ന നിലയിലാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. നല്ല കാര്യത്തിനും വേണ്ടിയിട്ടാണ്. ആ കുഞ്ഞു കുട്ടികളെ ആലോചിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങളൊക്കെ മക്കളും കുട്ടികളായി കഴിയുന്ന ആളുകളാണ്, അതുകൊണ്ട് പറയണതാണ്. അതുപോലെ എനിക്കും എൻ്റെ സങ്കടങ്ങൾ പറയാൻ ഒരു മനുഷ്യനില്ല ഭൂമിയിൽ. സങ്കടങ്ങൾ പറയാൻ കേട്ടിരിക്കാൻ ഒരാളുണ്ടാകുമെന്ന് പറയുന്നത് അതൊരു വല്ലാത്ത സന്തോഷം, മനസ്സിനൊരു ആശ്വാസമാണ്. ഒന്നും തന്നിട്ടില്ലെങ്കിലും ആരും ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒരു സന്തോഷമുള്ള വാക്ക് അത് നമ്മളെ ഫാമിലീൻ്റെ ഭാഗത്തു നിന്നാലും കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. സാരല്ല, ഒക്കെ ശരിയാവും. പക്ഷെ കുറ്റപ്പെടുത്തൽ മാത്രമാവുമ്പോഴേ നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കണോണ്ടായാലും ഒക്കെ കുറ്റപ്പെടുത്തൽ നമ്മളെ സാഹചര്യം കൊണ്ടല്ലേ നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കണതന്നെ. പിന്നെന്താ, അപ്പം ഞാൻ നിങ്ങളോട് അതാണ് പറയണത്. എൻ്റെ ഏട്ടത്തി, എൻ്റെ അനിയത്തി, എൻ്റെ ഉമ്മമാരെന്ന നിലയിലാണ് ഞങ്ങളോട് പറയുന്നത് കേട്ടോ. ഒന്നാമത് ബാപ്പല്ല, ബാപ്പ മരണപ്പെട്ടിരിക്കണം, ഉമ്മ സ്ട്രോക്ക് രോഗിയാണ്, ഉമ്മയാണ് ഇവിടെ നിൽക്കണത്. നിങ്ങൾക്കറിയാം, ഉമ്മാനോടൊന്നും പറഞ്ഞ് നമുക്കൊന്ന് പൊട്ടിക്കരയാൻ പോലും ഒരാളുണ്ടാവില്ല അല്ലേ. പിന്നെ കാക്കുവിനോട് പറയാൻ എനിക്ക് പേടിയാണ്, ടെൻഷനാണ് കാക്കുവിനും. നമ്മൾ ആണുങ്ങളെ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനത്തെ കാര്യങ്ങൾക്കല്ലേ. ഏറ്റിയ പൊന്താത്ത ബുദ്ധിമുട്ടാവുമ്പോൾ, ഭാരങ്ങൾ ഏറി വരുമ്പോൾ നമ്മൾ അവരെ ബുദ്ധിമുട്ടിച്ചും ടെൻഷൻ അടുപ്പിച്ചിട്ടും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തീരാ നഷ്ടമാണ്. യൂട്യൂബിൽ ഒരുപാട് കാണുന്നുണ്ടാവും നിങ്ങൾ അങ്ങനത്തെ കേസുകളൊക്കെ അല്ലേ. അപ്പോൾ അതിന് ഞാൻ ഏതായാലും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ടെൻഷന് അതുണ്ടാവും, മനുഷ്യന്മാരല്ലേ, സ്വാഭാവികമായിട്ടുണ്ടാവും. എന്നാലും എടുത്തിരുന്ന് കണ്ട് സാരല്ല കേട്ടോ എന്ന് പറയാൻ ഒരാളില്ല എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മൾ പറയില്ലേ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ അറിയില്ലേ. നടുകടലിൽ നിൽക്കുന്ന ഒരവസ്ഥ, എന്താ ചെയ്യേണ്ടത് അറിയാൻ കഴിയാത്ത വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ വല്ലാത്തൊരു ഭാരങ്ങളാണ് നമ്മളെ ചുമതല. പക്ഷേ നമുക്ക് നല്ല സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും അല്ലേ. മാക്സിമം നിങ്ങളെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ചെയ്തരുകൊണ്ട് ബാക്കിയുള്ള ഭാഗത്തുനിന്ന് അങ്ങനെ നിൽക്കട്ടെ അല്ലേ. എല്ലാവർക്കും ഷെയ്മേടും കുറവും കുറ്റപ്പെടുത്തലൊന്നും ആരെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവരെങ്ങനെയെങ്കിലും കഴിഞ്ഞോട്ടെ, ഐറ്റങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞു പൊയ്ക്കോട്ടെ, എന്നും ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ എന്ന് ചിന്തിക്കണ ആളുകൾ വളരെ കുറവായിരിക്കും. നല്ല മനസ്സുള്ളവർ കുറച്ച്. അപ്പം എല്ലാവരും ആത്മാർത്ഥമായി എനിക്കൊന്ന് ദുആ ചെയ്യുകൊണ്ട് ഇതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം സംഭവിക്കാനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.